നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ തള്ളിപ്പറയാൻ മന്ത്രിസഭയിലുള്ള നിരവധി പേർ തയ്യാറാകുമ്പോൾ നരേന്ദ്രമോദിക്ക് ഇനി അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയാണ്. മോദി ഷാ യുഗം അല്ലെങ്കിലും അവസാനിച്ചിരിക്കുന്നു. ഗഡ്കരി തുറന്നടിച്ച കാര്യം തന്നെയാണ്. കൃത്യമായും പാർലമെന്റിൽ അമിത്ഷായുടെ ആധിപത്യം കുറയുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് അദ്ദേഹം പ്രതിരോധത്തിലായതും അദ്ദേഹത്തിനെ രാജിവെപ്പിക്കേണ്ട സ്ഥിതിഗതിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിസഭയും എല്ലാ തരത്തിലും എത്തിയതും. ഇപ്പോഴിതാ അംബേദ്കറുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമൊക്കെ സന്ദർശിച്ചും കൃത്യമായി രാജ്നാഥ് സിംഗ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എല്ലാ തരത്തിലും അമിത്ഷാ അംബേദ്കറെ അവഹേളിക്കുകയാണ് ചെയ്തത്. എപ്പോഴും അംബേദ്കർ എന്ന് പ്രതിപക്ഷം പറയുന്നതിന് പകരം എല്ലാ തരത്തിലും ദൈവത്തിനെ വിളിച്ചാൽ പോരെ, അപ്പോൾ നിങ്ങൾക്ക് മോക്ഷമെങ്കിലും കിട്ടുമല്ലോ, സ്വർഗത്തിലേക്കുള്ള വഴി അതല്ലേ എന്ന പരാമർശമായിരുന്നു അമിത്ഷാ നടത്തിയത്. വാസ്തവത്തിൽ അമിത്ഷായ്ക്ക് പല കാര്യത്തിലും, പ്രധാനമായും വ്യാജ ഏറ്റുമുട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ മുൻനിരയിലേക്ക് എത്തിയത് എന്ന വലിയ ചോദ്യം നിൽക്കുകയാണ്. നമുക്കറിയാം, എൻകൗണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഞ്ജീവ് ഭട്ട് എന്ന പോലീസ് ഉദ്യോഗസ്ഥന് എത്രത്തോളമാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം വേട്ടയാടിയത്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എത്രത്തോളം വേട്ടയാടുന്നു എന്നുള്ളത്. രാജ്നാഥ് സിംഗാണ് വാസ്തവത്തിൽ നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയെ 2014 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാൻ ഏറ്റവും കൂടുതൽ വെമ്പൽ കൊണ്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുന്നു. മോദി ഒരു ഏകാധിപതിയായി മാറും എന്നൊരിക്കലും രാജ്നാഥ് സിംഗ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. നരേന്ദ്രമോദിയേക്കാൾ സീനിയോറിറ്റിയുള്ള നേതാക്കളായിരുന്നു സുഷമാ സ്വരാജും രാജ്നാഥ് സിംഗുമൊക്കെ. നരേന്ദ്രമോദി ഗുജറാത്തിലെ പ്രാദേശിക നേതാവായിരുന്നപ്പോൾ തന്നെ ദേശീയ നേതാവായി അറിയപ്പെട്ടവരാണ് സുഷമയും രാജ്നാഥും ഒക്കെ. മാത്രമല്ല, ഗാസിയാബാദിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു 2009 രാജ്നാഥ് സിംഗ്. അതെല്ലാം കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ പേർ പറഞ്ഞതിലുള്ള അന്താളിപ്പും അതിലെ അബദ്ധവും എല്ലാം രാജ്നാഥ് സിംഗിൻ്റെ മുഖത്ത് ഇപ്പോഴും കാണാൻ കഴിയുന്നു എന്ന് കൃത്യമായി കോൺഗ്രസ് പറയുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ അദ്ദേഹം ഉതകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാജ്നാഥ് സിംഗ് രണ്ടും കൽപ്പിച്ച് തന്നെ അമിത്ഷായെ തള്ളി പറയുമ്പോൾ ഇനി മറ്റ് പോംവഴികളൊന്നും ഇല്ല, രാജിവെച്ചൊഴിയേണ്ടി വരുമോ എന്നുള്ളത് വലിയ രീതിയിൽ സംസാര വിഷയമാകുന്നു. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ രണ്ടാമനായ രാജ്നാഥ് സിംഗിന് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം കൂടി BJPക്കുള്ളിൽ ചർച്ചയാവുകയാണ്.